നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 13 മുതലുള്ള തിരുവചന ഭാഗം. അവർ പോയിക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദേസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവൻ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്തപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ച് ബലിയർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഇന്ന് കുടുംബങ്ങളുടെ സംഹാരദൂതനെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനിഷേധ്യമായ ഒരു സത്യമുണ്ട്. അതാണ് സ്വാർത്ഥത. പല കുടുംബങ്ങളുടെയും തകർച്ചയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം സ്വാർത്ഥത. ഇന്ന് മനുഷ്യൻ കാര്യം വിദ്യാഭ്യാസത്തിലും മറ്റു സൗകര്യങ്ങളിലുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ സ്വാർത്ഥതയിൽ വളരുന്നതിന് ഒരു കുറവുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. പല കുടുംബങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളത് ഈ വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ന് മൂല്യച്യുതി സംഭവിക്കുന്ന കുടുംബങ്ങളെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് തിരുക്കുടുംബത്തിലേക്ക് നോക്കുക, തിരുക്കുടുംബത്തെ ഒരു മാതൃകയാക്കി മാറ്റുക, തിരുക്കുടുംബത്തിൽ തിളങ്ങി വളഞ്ഞ ആ നല്ല കാര്യങ്ങൾ നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കാൻ പരിശ്രമിക്കുക. അത് ചെയ്താൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും കരകയറാൻ പറ്റും. ഈ മൂല്യച്യുതി മാറ്റി നമുക്ക് മൂല്യങ്ങളിൽ പണിതുയർത്തപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വായനകളിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. നമുക്കിന്ന് ആദ്യത്തെ 2 വായനകളിലും ഒരു ബൈബിൾ കഥാപാത്രത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതാണ് അബ്രാഹം ഒരു ഉത്തമ ഭർത്താവ്, ഉത്തമ ദൈവമകൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അബ്രാഹത്തിന് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ആ ദൈവത്തിൻ്റെ ഇടപെടൽ അനുസരിച്ച് പെരുമാറിയ ഒരു വ്യക്തിയാണ് അബ്രാഹം. പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടു ജോസഫ്, ദൈവത്തിൻ്റെ ദർശനമുണ്ടായി ദൈവം കൊടുത്ത സന്ദേശം അനുസരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. മറിയത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ദൈവം അവരുടെ മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞനുസരിച്ചാണ് അതിന് പ്രത്യുത്തരം നൽകി മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ്
പരിശുദ്ധ കന്യാമറിയം. പിന്നെ ഉണ്ണീശോയുടെ കാര്യം നമുക്കറിയാം. യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ മക്കളൊക്കെ അതൊന്ന് പ്രാവർത്തികമാക്കിയെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായേനെ. യേശുവിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാമത്തെ വചനം എടുത്താൽ അവൻ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി. ദൈവത്തെ അനുസരിക്കുന്ന, പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യേശു മാറി. അതുപോലെ തന്നെ തൻ്റെ വളർത്തുപിതാവായ ജോസഫിനെയും തൻ്റെ അമ്മയായ മറിയത്തെയും അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്നു ഒരു ഉത്തമ ഭർത്താവ് ആരായിരിക്കണം, ഉത്തമ ഭാര്യ ആരായിരിക്കണം, ഉത്തമ മക്കൾ ആരായിരിക്കണം. അതാകാൻ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തിരുക്കുടുംബത്തിലേക്ക് നോക്കി ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഏറ്റെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് പരസ്പര സ്നേഹം. ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞു. പരസ്പര സ്നേഹത്താൽ വളർന്ന വ്യക്തികളായിട്ട് നമുക്കിവരെ കാണാൻ പറ്റും. പല കുടുംബങ്ങളുടെയും പ്രശ്നം സ്വാർത്ഥത ഉയർന്നു നിൽക്കുന്നിടത്ത്, തലപൊക്കി നിൽക്കുന്നിടത്ത് യഥാർത്ഥ സ്നേഹം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാർത്ഥത ഉപേക്ഷിക്കുമ്പോഴാണ് സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കുന്നത്, കറതീർന്ന സ്നേഹത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറുന്നത്. ഇത് തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന വലിയൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൽ വളരണം. സ്നേഹത്തിൽ വളരാത്തവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. ഇത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. മക്കളെ വളർത്തുന്നവരുടെയൊക്കെ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യം മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ആരോഗ്യം, മക്കൾ നേടാൻ പോകുന്ന ശമ്പളം, മക്കൾക്ക് കിട്ടാൻ പോകുന്ന ജീവിത പങ്കാളി, പല കാര്യങ്ങളും അങ്ങനെ നമ്മൾ മനസ്സിൽ വെച്ച് ആ മക്കൾക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേര് ശരിക്കും നമ്മുടെ മക്കൾ സ്നേഹത്തിൽ വളരണം, അവർ പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല, ജീവിത വിജയം അവർക്കുണ്ടാകണം എന്ന് ചിന്തിച്ച് ആ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സ്നേഹത്തിൽ നമ്മുടെ മക്കൾ വളരണം, സ്നേഹത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ വളരണം. അതിനുള്ള ഒരു വിളി ഏറ്റെടുത്തവരാണ്, സ്വീകരിച്ചവരാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നവരാണേലും, മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നവരാണേലും സ്നേഹത്തിൽ വളരുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഫലമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബലിയർപ്പണം, ഇതെല്ലാം സ്നേഹത്തിൽ നമ്മളെ വളർത്തണം. ഇനി നമ്മൾ ആരെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ചിലരുടെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ നാട്ടിലെല്ലാം വളരെ വളരെ വിലപ്പെട്ട, വേണ്ടപ്പെട്ട, വളരെ ബഹുമാന്യനായ വ്യക്തിയാണ്, പക്ഷെ വീട്ടിൽ ഒരു ഗുണവുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത നെയ്ബർ, അയൽവാസി എന്ന് പറയുന്ന ആരാ? വീട്ടിൽ നമ്മോടൊപ്പം താമസിക്കുന്നവർ, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ സ്നേഹം നമ്മൾ ആദ്യമേ ജീവിക്കേണ്ടത് നമ്മുടെ തന്നെ കുടുംബത്തിലാണ് എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. മദർ തെരേസ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ സമാധാനം, സ്നേഹം, സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ, അതാദ്യം കുടുംബത്തിൽ ആരംഭിക്കട്ടെ എന്നാണ് പറഞ്ഞ്. കുടുംബത്തിൽ ആരംഭിച്ചിട്ട് അവിടെ നിന്നാണ് സമൂഹത്തിലേക്ക് അത് പടരേണ്ടത് എന്നുള്ളത് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ ഹോളി ഫാമിലി, തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തിരുക്കുടുംബത്തിലെ 3 അംഗങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നു പരസ്പരം സഹകരിക്കാനുള്ള മനസ്സ് കാണിച്ചവരാണ്. മ്യൂച്വൽ കോഓപ്പറേഷൻ, പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. മറിയത്തിന് സന്ദേശം കിട്ടിയപ്പോൾ അത് വിശ്വസിക്കാനായിട്ട് യൗസേപ്പ് തയ്യാറായി. യൗസേപ്പിന് സന്ദേശം കിട്ടിയപ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ മറിയം തയ്യാറായി. അങ്ങനെ അവർ പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് യേശുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ, മറിയത്തിന് തൻ്റെ ഉദരത്തിലേക്ക് ഏറ്റെടുക്കാൻ, ആ യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കാനായിട്ടൊക്കെ സാധിച്ചത്. മാത്രമല്ല
യേശുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും ഏറ്റെടുത്ത ത്യാഗങ്ങൾ വളരെ വലുതാണ്. എനിക്കിതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യമാണ്, എൻ്റെ സുഖമാണ് വലുത് എന്ന് പറഞ്ഞെങ്കിൽ പണ്ടേ യേശു വധിക്കപ്പെട്ടേനെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ യേശു സംരക്ഷിക്കപ്പെടാൻ വേണ്ടി സഭയോട് സഹകരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോട് സഹകരിച്ച് പോകാനുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കാറുണ്ടോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പീസ് ഇൻ ദ ഫാമിലി, കുടുംബത്തിൽ സമാധാനം. ഇന്ന് പല കുടുംബങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത് സമാധാനമില്ലാത്ത അവസ്ഥയാണെന്ന് അവരിങ്ങോട്ട് പറയുക. സമാധാനമില്ലാത്ത അവസ്ഥ. ചിലരൊക്കെ പിന്നെ ഇതാരും അറിയണ്ടല്ലോ എന്നോർത്ത് മൂടി വെച്ച് മുമ്പോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ സമാധാനമില്ലാത്ത അവസ്ഥ, സമാധാനം ഹനിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ പാപമാണ്. യെശയ്യാ 57, 59, 2 അധ്യായങ്ങൾ വായിച്ചാൽ മതി. പാപത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനമുണ്ടാകില്ല. അപ്പം ഭർത്താവ് എനിക്ക് എൻ്റെ സുഖം അതാണ് വലുത്, അതിന് ഞാൻ ഏത് പാപത്തിനും തയ്യാറാകും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഭാര്യ എനിക്ക് എൻ്റെ സ്വന്തം താല്പര്യമാണ് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ, മക്കളെല്ലാവരും അവരുടെ സ്വാർത്ഥതയിൽ പാപജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തെ എങ്ങനെ സമാധാനം ഉണ്ടാവും? പറയുണ്ട്, എവിടെ സ്വാർത്ഥതയും അസൂയയുമുണ്ടോ അവിടെ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ഉടലെടുക്കും എന്നുള്ളത് യാക്കോസിലെ 3-ാം അധ്യായം 14 മുതൽ 16 വരെ വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പറയുണ്ട്, പാപം പടിയിറങ്ങുമ്പോഴാണ് സമാധാനം നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് നിറയുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും വിശുദ്ധിക്കും ഹൃദയൈക്യത്തിനുമൊക്കെ സ്ഥാനമുണ്ടെങ്കിൽ ഈ സമാധാനം നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ ആത്മീയ പക്വതയാണ്. ആത്മീയ പക്വത, സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയ പക്വത, ഇത് തിരുക്കുടുംബത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കാ 2-ാം അധ്യായം, ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ വളർച്ചയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ അധ്യായം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തികൾക്ക് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്തുണ്ടാവും. നമ്മൾ കണ്ടോ, അബ്രാഹത്തിന് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി. 21-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്ക് ജനിച്ചു വളരെ അത്ഭുതകരമായി 100-ാമത്തെ വയസ്സിൽ. പക്ഷേ ആ ഇസഹാക്കിനെ കണ്ടു കൊതിത്തീരുന്നതിന് മുമ്പ് അവനെ കൊണ്ട് ബലി കഴിക്കാനും ദൈവം ആവശ്യപ്പെട്ടു. അതിന് സന്നദ്ധനായിട്ട് പോകുന്ന അബ്രാഹത്തെ കാണാൻ സാധിക്കും. കാരണം അവൻ്റെ ആത്മീയ പക്വത. ഈ പക്വതയില്ലാത്തവർക്ക് ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തെ അനുസരിക്കാനോ വചനം പാലിക്കാനോ സാധിച്ചെന്ന് വരില്ല. പറയുണ്ട്, ഈ പക്വത, ഈ വളർച്ച നമ്മൾ ആഗ്രഹിക്കണം. വചനത്തിൽ നമ്മൾ വളരണം, ആത്മീയമായിട്ട് നമ്മൾ വളരണം. അതാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം വായിച്ചാൽ നമ്മൾ കാണുക. ഈ വളർച്ച നമ്മിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം. അവസാനമായിട്ട് നമുക്ക് തിരുക്കുടുംബത്തിലേക്ക് നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ജഡത്തിൽ ജീവിക്കാതെ ആത്മാവിൽ ജീവിച്ചവരാണ്. ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. തിരുക്കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവർ ജീവിച്ചത് ആത്മാവിലാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ എല്ലാവരും ഈ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം സ്വർഗമാവും. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സഭയുടെ ചെറിയൊരു പതിപ്പാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ വിശുദ്ധിക്ക് സ്ഥാനമുണ്ടാകണം, ആത്മീയ ജീവിതത്തിന് സ്ഥാനമുണ്ടാകണം. പ്രാർത്ഥനയും അതുപോലെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ഉത്സാഹം കാണിക്കുന്നവരായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ മാറണം. ഈ 5 കാര്യങ്ങൾ തിരുക്കുടുംബത്തിൽ നിന്നും ഒപ്പിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെയൊക്കെ കുടുംബം തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ രൂപപ്പെടും. അങ്ങനെയാണ് നമുക്ക് സംഭവിച്ച മൂല്യച്യുതി അത് തിരുത്തി മൂല്യങ്ങളുടെ മേൽ പണിതുയർത്തിയ ഒരു കുടുംബത്തിലെ അംഗമായി മാറുവാൻ നമുക്ക് സാധിക്കുക. ഈ ഒരു കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ഈ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കുടുംബവും എത്തുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.